ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. സമരേഖ എന്ന നോവലിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക്. എന്തിനാണ് നീ ഈ രാത്രിയിൽ പുറത്തിറങ്ങിയത്? അമർന്ന സ്വരമായിരുന്നു അമ്മാളുവിന്. അച്ഛൻ്റെ ചിതയിൽ തീയുടെ ചൂട് ഇനിയും പോയിട്ടുണ്ടാവില്ല. ഇവിടെ വെച്ച് തന്നെ വേണോടേ. കണ്ട ആൺപിള്ളേരുമായിട്ട്. അമ്മേ, തുളസി നടുക്കത്തോടെ വിളിച്ചു. അരുതമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. തുളസിയുടെ അമ്മയെ ഞാൻ അപ്പോൾ പറയാനായി ഒരുങ്ങി. അമ്മാളു ചുണ്ടത്ത് വിരൽ വെച്ചു. മിണ്ടരുത്, പോയിക്കോ. അവർ അക്കരയ്ക്ക് വിരൽ ചൂണ്ടി. അല്ല, ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും പറയാനൊരുങ്ങി. അമ്മാളു അവൻ്റെ അരികിലേക്ക് അടുത്തു. മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? അമ്മാളുടെ ശബ്ദം അല്പം കൂടെ അമർന്നു. ഇത് ആൺതുണയില്ലാത്ത വീടാ. ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ ചിരക്കടിയിലായി പോയി. അതുകൊണ്ട് ഈ വളപ്പിലിനി അസമയത്ത് ഒരാണിൻ്റെ ശബ്ദം ഉയർന്നുകൂടാ. അപ്പുവിൻ്റെ നാവ് സ്തബ്ധിച്ചു നിന്നു. ഇന്നോളം അസമയത്ത് ആ മുറ്റത്തൂടെ ഒരു കാലടിപ്പ് ശബ്ദം പോലും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഒരാണുണ്ടായിരുന്നു. അതില്ലാതായി എന്ന് കരുതി അത് ലാക്കായിട്ട് കരുതണ്ട. ആണിന് പകരം എൻ്റെ ആ കണ്ണും കാതും ഉണർന്നിരിക്കുന്നുണ്ട്. കാരണം ഞാൻ പ്രായമായ 2 പെൺമക്കളുടെ അമ്മയാണ്. തുളസിയുടെ അമ്മ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പു ശബ്ദമുയർത്താതെ പിറുപിറുത്തു. രാത്രിയിൽ അന്യവീടിൻ്റെ വളപ്പിൽ കയറുന്നവനെക്കുറിച്ച് ആർക്കും ശരിയായ ധാരണ ഉണ്ടാവില്ല. നിന്റെ ഉദ്ദേശം നല്ലതാണെന്ന് സമർത്ഥിക്കാൻ നീ നോക്കണ്ട. അങ്ങനെയായിരുന്നെങ്കിൽ നീ പകൽവട്ടത്തിൽ വരുമായിരുന്നു. തുളസിയുടെ അച്ഛൻ പോയിട്ട് 10-25 ദിവസം കഴിഞ്ഞു. നീ മിനിഞ്ഞാന്ന് വന്നതുമാണ്. 2 പകൽ നീ അവിടെ ഉണ്ടായിരുന്നു. മരണവിവരം അറിയാൻ നിനക്ക് പകലിവിടെ വരാമായിരുന്നു. രാത്രിയിൽ വന്ന് ഇവളോട് മാത്രമായിട്ട് മരണവിവരം അന്വേഷിച്ച നടപടി ശരിയായില്ല. നീ അത്ര നല്ല ഭാഷയിൽ ന്യായീകരിച്ചാലും ഞാനത് സമ്മതിച്ചു തരികയില്ല. അമ്മാളു ശക്തമായിട്ട് പറഞ്ഞു. വാടി. തുളസിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് 2 അടി മുമ്പോട്ട് വെച്ചിട്ട് അമ്മാള് തിരിഞ്ഞു നിന്ന് അപ്പുവിനെ നേരെ നോക്കി. തീപ്പാറുന്ന നോട്ടം. എന്നിട്ട് പറഞ്ഞു, മേലാൽ അപ്പു ഈ വളപ്പിലേക്ക് വരരുത്. രാത്രിയിലെന്നല്ല, പകലും വന്നാൽ ഞാനിനി ആ പെരുമാറുക അങ്ങനെ ആയിരിക്കില്ല. അപ്പു ആകെ തളർന്നുപോയി. തുളസിയുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു മുഖമുണ്ടോ? ഇങ്ങനെയും സംസാരിക്കാൻ അറിയാമോ? സ്നേഹം തിങ്ങുന്ന മുഖമേ കണ്ടിട്ടുള്ളൂ ഇന്നോളം. പക്ഷേ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. രാത്രി അസമയത്ത് വീട്ടുവളപ്പിനുള്ളിൽ സ്വന്തം മകളോടൊത്ത് കാണുന്ന അന്യപുരുഷനോട് മറ്റൊരേതൊരമ്മയ്ക്കും ചെയ്യാവുന്നതിനേക്കാൾ വളരെ മാന്യമായും മര്യാദയുമായിട്ടാണ് തുളസിയുടെ അമ്മ പെരുമാറിയത്. താനാണ് തെറ്റുകാരൻ. മര്യാദകേട് കാട്ടിയതും താനാണ്. പകല് പലതവണ താൻ ശ്രമിച്ചതാണ് ഇക്കരയ്ക്കെന്ന് വരാൻ. അമ്മ സമ്മതിച്ചില്ല. തുളസിയുടെ അച്ഛൻ മരിച്ചതോടെ അമ്മ വല്ലാതെ ഭയന്നു. തുളസി തന്നെ പിടിച്ചെടുക്കുമെന്ന് അപ്പു നടന്നു ആറ്റുതീരത്തൂടെ പാലത്തിനരികിലേക്ക്. വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ അമ്മാള് നിന്നു തുളസിയെ നോക്കി. മുഖം ഇരുവർക്കും വ്യക്തമല്ല. എന്തിനായിരുന്നു തുളസി അപ്പു വന്നത്? അമ്മാളുടെ സ്വരം ശാന്തമായിരുന്നു. അത് അവൻ വന്നതിലും തെറ്റി നീ ഇറങ്ങിപ്പോയതാണ്. ഞാൻ അച്ഛൻ്റെ ചിതക്കരികിൽ പോയതാണ്. അപ്പു വരെയെന്ന് ഞാൻ കരുതിയില്ലമ്മേ. തുളസി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അമ്മാള് മകളെ തെല്ലിടെ നോക്കി നിന്നു. നിന്നെ എനിക്കറിയാം മോളെ. നീ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. അമ്മാള് ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. അപ്പുവിനെ എനിക്കറിയാം. പാവാണ്. അവനെ ഭവാനിയും മകളും കൂടി ഞെക്കിപ്പിഴിയുകയാണെന്നറിയാം. കഷ്ടം, അവൻ എൻ്റെ മകനായില്ലല്ലോ എന്ന് എൻ്റെ സങ്കടം. തുളസി അമ്മയുടെ മുഖത്തേക്ക് ശ്രദ്ധയോടെ നോക്കിയിരുന്നു. അവൻ്റെ ഉള്ളിൽ മോശമായൊരു ചിന്താഗതി ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഞാൻ വഴക്ക് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ നിൻ്റെ അമ്മയാണ്. അച്ഛന് മനസ്സിലായിരിക്കുന്നു അപ്പൂൻ്റെയും നിൻ്റെയും മനസ്സ്. എങ്കിലും ഒരിക്കലും ചേരാത്ത ബന്ധങ്ങൾ നമ്മളെ വഴിവെക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛനില്ലെന്ന് കരുതി അതൊരു സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ മകൾ കരുതരുത്. എന്നെക്കുറിച്ച് ധരിച്ചിരുന്നതിൽ അച്ഛനും അമ്മയ്ക്കും തെറ്റി, തുളസി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇഷ്ടമാണ് എന്നതിനപ്പുറം അതൊരു മാനസിക ബന്ധമായിട്ട് ഇന്നോളം ഞാൻ മാറ്റിയിട്ടുമില്ല. പിന്നെ നാളെ എങ്ങനെ ആകുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാനോ തീരുമാനിക്കാനോ ആവോ അമ്മേ? എന്നാലും നീ സൂക്ഷിക്കണം നല്ലോണം. അവനെ എനിക്കറിയാം. അവന് നിന്നെ ജീവനാണെന്നും അറിയാം. അത് നമ്മുടെ കൂട്ടരായിരുന്നെങ്കിൽ 100 വട്ടം ഞാൻ സമ്മതിച്ചേനെ. അത്രയ്ക്കും നല്ല കൊച്ചനാവാൻ. അവനെ മകനായിട്ട് കിട്ടിയ ഭവാനി ഭാഗ്യവതിയാ. എന്നാലും ജാതി മാറിയിട്ടുള്ള കാര്യമൊന്നും നമുക്ക് വേണ്ട പെണ്ണെ. ഇപ്പോഴെന്നല്ല, ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന കാര്യം അത്. അതാ വേണ്ടെന്നമ്മ പറയുന്നത്. അമ്മ പേടിക്കണ്ട, തുളസി പറഞ്ഞു. അമ്മ അറിയാണ്ട് തുളസി ഒന്നും ചെയ്യില്ല, ഉറപ്പ്. അമ്മാളുവിനെ സമാധാനമായി. ഇരുവരും അകത്ത് കയറുമ്പോൾ ദീപം ഞെട്ടി കണ്ണുപിടിച്ചു. ഇതെന്തുവാ ഈ പാതിരാത്രിക്ക്? നിങ്ങളിത് എവിടെ പോയതാ? അവൾ ഉറക്കം പോയതിൻ്റെ ഈർഷ്യയായി. ആ പറമ്പിലൊരു ശബ്ദം കേട്ടു, തേങ്ങ വീണതുപോലെ. നോക്കാൻ പോയതാ ഞങ്ങൾ, അമ്മാള് പറഞ്ഞു. ആ പാതിരാത്രിക്കാ തേങ്ങ നോക്കുന്നത്. ദീപ തിരിഞ്ഞു കിടന്ന് ഉറക്കമായി. അമ്മാളു ഭാർഗവി വല്യമ്മച്ചിയുടെ അരികിലേക്ക് കിടന്നു. വല്യമ്മച്ചി ഒന്ന് തലപൊക്കി നോക്കിയിട്ട് തിരിഞ്ഞു കിടന്നു. തുളസി ദീപക്കരികിലേക്ക് കിടന്നു.
കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ ഉറങ്ങിയതേയില്ല. തുളസി, അപ്പുവിൻ്റെ സ്വരം അപേക്ഷ പോലെ, നേരിയ തേങ്ങൽ പോലെ അതിങ്ങനെ ചെവിക്കുള്ളിൽ മുഴങ്ങി. അവൾ അസ്വസ്ഥയാക്കി. തുളസി കണ്ണുകൾ ഇറുകെ പൂട്ടി. പക്ഷെ അടഞ്ഞ മിഴിക്കുള്ളിലും അപ്പുവിൻ്റെ രൂപം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ തുളസി രാവിലെ പുഴയിലിറങ്ങി മുങ്ങി. നിവരുമ്പോൾ ശ്രദ്ധിച്ചു, അപ്പുവിൻ്റെ വീടിൻ്റെ ജനാല അടഞ്ഞു കിടക്കുന്നു. തുറക്കാഞ്ഞതോ അതോ ആള് പോയോ? പിണങ്ങിയിട്ടുണ്ടാവും. വെറുക്കോ തന്നെ? പിണങ്ങിക്കോട്ടെ, എത്ര വേണേലും, വെറുക്കാതിരുന്നാൽ മതി. തുളസി കുളി കഴിഞ്ഞ് വന്നൊരു കോട്ടൺ സാരി എടുത്ത് ധരിച്ചു. വരാന്തയിൽ വന്ന് റബ്ബിൽ തൂക്കിയിട്ടിരിക്കുന്ന ഭസ്മത്തോണിയിൽ നിന്നും ഒരു നുള്ള ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊട്ടു. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദിത്യ ഭഗവാനെ ധ്യാനിച്ചു. ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലി. അച്ഛൻ ചെയ്തിരുന്ന അനുഷ്ഠാനങ്ങളാണിവ. അതുപോലൊക്കെ ചെയ്തിട്ടവള് അച്ഛൻ പതിവായി വായിച്ചിരുന്ന കുറേ പുസ്തകങ്ങൾ നോക്കി വായിച്ചു. ശില്പശാസ്ത്രവും ശില്പിരത്നവും ഒക്കെ. അത് കഴിഞ്ഞ് പണിപ്പുരയിലേക്ക് കയറി. അവിടെ ശുദ്ധവൃത്തിയിൽ സ്ഥലത്തില് പട്ടിൽ പൊതിഞ്ഞ മൺകുടത്തില് വാസുവാശാരിയുടെ അസ്ഥി കഷ്ണങ്ങൾ തുളസി ഒരു മൺകുടത്തിന് മേതെ കൈകൾ അർപ്പിച്ച് തൊഴുതു. അച്ഛ, അനുഗ്രഹിക്കണേ. അവള് മന്ത്രിച്ചു. താഴെ സഞ്ചിയിൽ വെച്ചിരുന്ന ഉളിയും കൊട്ടുവടിയും എടുത്തു. ഞാനിത് എടുക്കണം അച്ഛ, ഈ വീട് പട്ടിണിയാകാണ്ടിരിക്കാൻ. അച്ഛനെ എൻ്റെ ഒപ്പം എന്നും ഉണ്ടാകണേ. അവള് ധ്യാനനിമഗ്നയായി വീണ്ടും തൊഴുതു. പണിപ്പുരയിൽ തന്നെ ഭിത്തിയിൽ ആണിയടിച്ച് അച്ഛൻ്റെ ഒരു ഫോട്ടോ അതിൽ തൂക്കിയിട്ടുണ്ട്, വിശ്വകർമാവിൻ്റെ. അതിൽ തൊട്ടു തൊഴുതിട്ട് അച്ഛൻ ഉളി കയ്യിലെടുക്കും. തുളസിയും അങ്ങനെ തന്നെ ചെയ്തു. ദ്വാരകയിൽ ലങ്കയും ഉണ്ടാക്കിയ വിശ്വശില്പി. ഇവിടെ അനുഗ്രഹിക്കണേ, ഇവളുടെ കൈക്ക് കരുത്തേകണേ. തുളസി പണിത്തടിയിലേക്ക് ഇരുന്നു. പണിയാനുള്ള തടികൾ എടുത്തിട്ടു. ആദ്യം ചിന്തേരിടണം, പിന്നെ അളന്ന് മുറിക്കണം, പൊഴികളിട്ട് അടിച്ചു കൂട്ടണം. കഴിഞ്ഞ ദിവസം പണി ചെയ്ത സ്റ്റൂളിന്റെ അളവുകൾ കുറിച്ചു വെച്ചത് തുളസി എടുത്തു നോക്കി. ആ അളവ് കൊച്ചുമുഴക്കോലിലെടുത്ത് തുളസി തടിയിൽ വരച്ചു. എന്നിട്ടത് മുറിക്കാനായി ഒളിവെച്ചു. കൊട്ടുവടിയെടുത്ത് ആഞ്ഞുമുട്ടി. അമ്മാളും അടുക്കളയിൽ പൊട്ടിന് കുഴിക്കുകയായിരുന്നു. അവർ ഞെട്ടിപ്പോയി. എന്താണിത്? ചാർമത്തിൽ നിന്നും കൊട്ടുവടിയുടെ ശബ്ദം, അതും താളാത്മകതയോടെ. പിള്ളേരുടെ അച്ഛൻ പണി ചെയ്യുന്ന ശബ്ദം. അമ്മാളു വരാന്തയിലേക്ക് ചാടിയിറങ്ങി. നീ എവിടെ പോകുക അമ്മാളു? വരാന്തയിലിരുന്ന് മുറുക്കാൻ ചെല്ലത്തിൽ നിന്നും വെറ്റിലെടുത്ത് ചുണ്ണാമ്പ് തേക്കുന്ന ഭാർഗവിയിൽ വെച്ച് ചോദിച്ചു. അമ്മ കേട്ടോ ആ ശബ്ദം? അമ്മാളു അടുക്കത്തിൽ ചോദിച്ചു. കൊട്ടുവടിക്ക് മുട്ടുന്ന ശബ്ദമല്ലേ? ഞാൻ കേട്ടു. എനിക്ക് തോന്നിയതല്ല, കേട്ടതാ സത്യം, അമ്മച്ചി തുടർന്നു. പക്ഷേ പണി ചെയ്യുന്നത് നിന്റെ മകളാണെന്ന് മാത്രം. മകളോ? ആ തുളസി. തുളസിയോ? അമ്മാളോ അമ്പരന്ന്. ആ നീ ചെന്ന് നോക്കടി, കാണാലോ. ഭാർഗവിയമ്മച്ചി ചുണ്ണാമ്പ് തെച്ച് വെറ്റില വായിലേക്കിട്ട് വയ്ക്കുമ്പോൾ ഊറിയ ഒരു ചിരിയുണ്ടായി വല്യമ്മച്ചിക്ക്. ഒപ്പം ആ കുഴിഞ്ഞ കണ്ണുകളിൽ നനവൂറുകയും ചെയ്തു. അകാലത്തിൽ നഷ്ടപ്പെട്ട മകനെ ഓർത്തിട്ടോ അതോ കൊച്ചുമകളുടെ കഷ്ടപ്പാട് ഓർത്തിട്ടോ അമ്മാള് കണ്ടു. അച്ഛൻ്റെ പണിപ്പുരയിൽ പണിത്തടിമേൽ മകൾ അച്ഛനിരിക്കുന്ന അതേ പോസിൽ. മോളെ, അമ്മാളോ ആർദ്രമായിട്ട് മകളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നതാ മോളെ നീ ചെയ്യുന്നത്? തുളസി അമ്മയുടെ മുഖത്തെ ആർദ്രതയിലേക്ക് നോക്കി. ആ കുമാരേട്ടന് കടയിൽ വലിയ തിരക്കേ, സ്റ്റൂളും ഡെസ്കും വേണമെന്ന് പറഞ്ഞു. കുറച്ച് പണം ഞാനന്ന് കടം ചോദിച്ചു. മുൻകൂറായിട്ട് ആംബുലൻസിന് കൊടുക്കാൻ അങ്ങേരാ പണം കൊടുത്തത്. അത് വീട്ടണ്ടേ? ഇന്ന് അരിയും വാങ്ങിയതും അയാളോട് പണം വാങ്ങിയിട്ടാണമ്മേ. അമ്മാളും മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പ്രകാശൻ ഇവിടെ ഉണ്ടാകുമെന്നാണോ ഞാൻ കരുതിയത്? പണം വാങ്ങിയതും ഇത് അവനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കരുതിയിട്ടാ. ഇനി ആരും വരുമെന്ന് കരുതണ്ട മോളെ. ഇവിടെയുള്ളവർ പോയില്ലേ, വന്നാ സഹായം ചോദിക്കുമെന്ന് ഭയന്ന് ഇനി ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. കടം കൊണ്ടുപോയില്ലേ, അത് ഉരുപ്പടിയുടെ പേരിൽ. കൊടുക്കാതിരുന്നാലോ അച്ഛൻ്റെ ആത്മാവിന് നാണക്കേടാവില്ലേ? പക്ഷെ നീ ഇതെങ്ങനെ ചെയ്യുന്ന? ചെയ്യണം, എങ്ങനെയും. ചെയ്യാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അമ്മ, 10 പൈസയുടെ സമ്പാദ്യമുണ്ടോ? ഇത്തിരി സ്വർണം ഉണ്ടായിരുന്നത് പണയത്തിലായില്ലേ? നേരം വെളുത്താൽ ഇരുട്ടും വരെ നമുക്ക് ആഹാരം കഴിക്കണ്ടേ? ദീപികയും ഷാജിക്കും പഠിക്കണ്ടേ? എന്തുണ്ടമ്മേ നമ്മുടെ മുമ്പിൽ വഴി? നിനക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിയെങ്കിൽ. ഇത്രയും പഠിച്ചതല്ലേ, എന്തു പണി? BA എന്നത് ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷനേ അല്ല. പ്രൊഫഷണലായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. തയ്യൽ പഠിച്ചാൽ മതിയായിരുന്നെന്നാ ഇപ്പോഴത്തെ തോന്നല്. നന്നായിട്ട് തയ്ച്ചാൽ എന്താ ഇപ്പോഴത്തെ തയ്യക്കൂലി? തുണിവിലയുടെ ഇരട്ടിയല്ലേ? പക്ഷെ അതൊന്നും സാധിക്കില്ല. BA-ക്കാർക്ക് വല്ല പ്രൈവറ്റ് ഫാമിലും എന്തെങ്കിലും കിട്ടും. 10,000 രൂപ കിട്ടും മാസം. സർക്കാരിലൊരു ജോലി പ്രതീക്ഷിക്കുകയേ വേണ്ട. നിയമനം നടത്തുന്നേ ഇല്ല, പിന്നെന്ത് പ്രതീക്ഷിക്കാനാ? 1000 രൂപ മാസം കിട്ടുന്നതോ 200 രൂപ ദിവസം കിട്ടുന്നതോ മെച്ചം? അമ്മ പറയും. പക്ഷെ നീ ഇതെങ്ങനെ ചെയ്യുന്ന തുളസി? എനിക്ക് കുറച്ചൊക്കെ കണക്കും അളവുകളും അറിയാമേ. അച്ഛൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ?
പിന്നെ അച്ഛൻ ഇവിടെ ഇരുന്ന് പണിയുന്നത് ആ രീതിയൊക്കെ ഞാൻ കാണുന്നതാണല്ലോ. ആ, കാണുന്നത് പോലെ നിസ്സാരമാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അമ്മാളു അരിതാപത്തോടെ പറഞ്ഞു. തടിയിലെ തല്ലുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാ പെണ്ണെ. ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് ശ്രദ്ധിക്കണം. പെൺപിള്ളേർക്കൊന്നും പറ്റിയ പണിയല്ല. അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കരുതോ? തുളസി ചോദിച്ചു. അഷ്ടിക്ക് വേണ്ടി അന്യൻ്റെ അടുക്കളയിൽ വീട്ടുപണി ചെയ്യുന്നതിലും ഭേദമല്ലമ്മേ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത്. നീ ഇങ്ങോട്ട് മാറിക്ക പെണ്ണെ. പ്രകാശിനെ ആള് വിട്ട് വിളിപ്പിക്കാം. അവന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. വല്ലവരുടെയും തടിയും മറ്റും വല്ലാണ്ട് മുറിച്ചു കളഞ്ഞാൽ പിന്നെ അതുണ്ടാക്കി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ നീ ഇതുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താൽ അയാൾ സമ്മതിക്കോ? സമ്മതിച്ചല്ലോ, ഊറിയ ചിരിയോടെ അവൾ പറഞ്ഞു, തൊല്ലു ഉത്സാഹത്തോടെ അഭിമാനത്തോടെ. ഞാൻ 2 സ്റ്റൂൾ ഉണ്ടാക്കിയമ്മേ. അയാളത് വാങ്ങി 250 രൂപയും തന്നു. എന്ന് അമ്മാളോ അവിശ്വസനീയതയുടെ മകളെ നോക്കി. അന്ന് തുളസിയുടെ ശബ്ദം താഴ്ന്നു. ആ 250 രൂപയിൽ കുറച്ചെടുത്ത് മരുന്നും വാങ്ങിയാണ് ഞാനന്ന് വന്നത്. പക്ഷെ അപ്പോഴേക്കും അച്ഛൻ. തുളസിയുടെ മിഴികൾ തൂകി. അമ്മാളു ഒന്ന് തേങ്ങി. എൻ്റെ ഈശ്വര, കല്യാണം കഴിഞ്ഞപ്പോൾ കെട്ടിയവൻ്റെ വീട്ടിൽ പൊറുക്കേണ്ടുന്ന പെണ്ണ അങ്ങേരുണ്ടായിരുന്നെങ്കിൽ. അമ്മാളു നിറമിഴികൾ തുടച്ച് അകത്തേക്ക് കയറിപ്പോയി. ജീവിതചക്രം എത്ര പെട്ടെന്നാണ് തിരിച്ചു കറങ്ങാൻ തുടങ്ങിയതെന്ന് അമ്പരപ്പോടെ. തുളസി വീണ്ടും പണിത്തടിയിലിടുന്ന് ഉളിയും കൊട്ടുവടിയും എടുത്തു. ആ കൊട്ടുവടിയുടെ താളാത്മകമായ മുട്ട് അമ്മാളുവും ഭാർഗവി വല്യമ്മച്ചിയും കേട്ടു. തുളസി പണി തുടർന്നു. 2-3-4 ദിവസങ്ങൾ കൊണ്ട് 4-5 സ്റ്റൂള് തീർത്തു. 2 ഡെസ്കും കൂടി വേണം. അടുക്കളയിലൊരു ഡെസ്ക് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് പാത്രങ്ങൾ വെക്കുന്നത്. തുളസി ആ ഡെസ്കിൻ്റെ നീളവും പൊക്കവും വീതിയൊക്കെ അളന്നു കുറിച്ചു. പണി ചെയ്തിരിക്കുന്ന രീതിയും ശ്രദ്ധിച്ചു. പിന്നെ ചായ്പിലേക്ക് വന്നു. ഡെസ്കിനുള്ള കാലുകളും പലകളും അളന്ന് കൈവാളിന് മുറിച്ചെടുക്കാൻ തുടങ്ങി. വാസുവാശാരി കൂട്ടില്ലാതായതോടെ പണിയിടം നഷ്ടപ്പെട്ട ശിവാനന്ദൻ കയ്യിൽ പൈസയില്ലാതെ തീരെ വലഞ്ഞപ്പോൾ പണി തേടി ഇറങ്ങി. അരക്കുഴിയിലെത്തി. വലിയൊരു ചിറ്റപ്പനുണ്ട് ശിവാനന്ദന്. 65 കഴിഞ്ഞു. എന്നാലും പണിപ്പുരയിൽ നിന്നും ദാമോദരൻ ചിറ്റപ്പൻ കഴിഞ്ഞേ ആ പ്രദേശത്തുള്ളൂ. 1-ാം കരയിൽ നിന്നും 8-10 കിലോമീറ്റർ ദൂരത്താണ് അരക്കുഴി. വീട്ടിലാകെ ബുദ്ധിമുട്ടായതോടെ മോഹിനി അതും ഇതും പറയാൻ തുടങ്ങി. അതാണ് ശിവാനന്ദൻ പണി തേടി ഇറങ്ങിയത്. ദാമോദരൻ ചിറ്റപ്പൻ്റെ വീട്ടിലെത്തി. പുരപ്പണിയിൽ വലിയ കണക്കനാണ്, വിദഗ്ധനുമാണ്. പക്ഷെ ചിറ്റപ്പൻ താമസിപ്പിക്കുന്ന എന്നും പലകയടിച്ച വീട്ടിലാണ്. വൈകുന്നേരം കിട്ടുന്ന തച്ചുകാശുമായി ചിറ്റപ്പൻ നേരെ പോകുന്നത് ഷാപ്പിലേക്കാവും. തിരിച്ചിറങ്ങുക പോക്കറ്റിൽ പണം തീരുമ്പോഴാണ്. പിന്നെങ്ങനെ വീടിൻ്റെ പലക മാറ്റും? ഇന്ന് പലക തന്നെ. മക്കള് 4 ഉണ്ട്. 3 ആൺമക്കൾ. അവർക്കും പ്രായമായി, പണിക്ക് പോകാൻ തുടങ്ങി, വിവാഹിതരായി, കുടുംബമായി. എന്നിട്ടും പഴയ സ്ഥിതിയിൽ തന്നെ. 2 ആൺമക്കൾ വാടക വീട്ടിലാണ് താമസം, കുടുംബമായിട്ട്. ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിച്ച ഒരു കൊച്ചു കൂര തല്ലിക്കൂട്ടാൻ അവർക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. അച്ഛനും മക്കളും ഒരു പണിയെടുത്തിൽ ഒരുമിച്ച് പണിയുകയില്ല. മെനക്കേട് വന്നാൽ പോലും അച്ഛനാണ് വിദഗ്ധൻ എന്ന് അച്ഛനും, അല്ല ഞങ്ങളാണ് വിദഗ്ധർ എന്ന് മക്കളും. പിന്നെ എവിടെയാണ് യോജിപ്പ്? ഏതായാലും ശിവാനന്ദൻ ചെന്നത് ദാമോദരൻ ചിറ്റപ്പനെ സന്തോഷിപ്പിച്ചു. പൊങ്ങനാണ് ആള്. അയാളെ പറഞ്ഞു ഗർവോടെ തന്നെ, ഒരു പണി ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ ശിവാനന്ദ. നീ നല്ല സമയത്താണ് വന്നത്. 10-75 ലക്ഷം വില മതിക്കുന്ന വീടാ. തടിപ്പണി ദാമോദരനാശാരിക്ക് മതിയെന്ന് അയാൾക്ക് നിർബന്ധം. പേരുകെട്ട വക്കീല, അരക്കനോ. പക്ഷെ നമ്മളോട് അതൊന്നും നടക്കില്ല. പോകാൻ പറയും ഞാൻ. അത് അയാൾക്കറിയാമെന്ന്. ഫാൻലിങ്ങും കൊത്തുപണികളും ചട്ടക്കൂട്ടുകളും ഒക്കെ ആയിട്ടൊരു 8-10 മാസമുണ്ട് പണി. ഒണ്ടയിൽ 2 പേരെ കൂടി കൊണ്ടുപോരെ, നമുക്കങ്ങോട്ട് പണി തുടങ്ങണം. രാജനെയും പ്രകാശനെയും കൂടെ കൂട്ടാം, ശിവാനന്ദൻ കരുതി. പ്രകാശൻ വടക്കേടത്ത് കാണും. ശിവാനന്ദൻ പാലമിറങ്ങി ആറ്റോടത്ത് കൂടെ വരുമ്പോൾ പണിപ്പുരയ്ക്കുള്ളിൽ കൊട്ടുവടിയുടെ മുട്ട്. പ്രകാശോ, തീർന്നില്ലടാ ഈ പണി. ചോദ്യത്തിനോടൊപ്പം പണിപ്പുരയിലേക്ക് കയറി ശിവാനന്ദൻ സ്തംഭിച്ചു നിന്നുപോയി. കൊട്ടുവടിയും കൊണ്ട് മുട്ടുന്ന തുളസി. രഹസ്യം കണ്ടുപിടിക്കപ്പെട്ട കള്ളനെപ്പോടെ ചാടി എണീറ്റുപോയി തുളസിയും. അധ്യായം 11. കൊട്ടുവടിയും മുളിയും താഴേക്കിട്ട് തുളസി വിളറി മാറി നിന്നുപോയി. ശിവാനന്ദന്റെ മെഴികളെ ചുറ്റും പാറി. പണിതീർത്തിട്ട സ്റ്റൂളുകൾ, പണിതീർത്തുകൊണ്ടിരിക്കുന്ന ഡെസ്കിന് ചിന്തേരിട്ട ഉരുപ്പടികൾ. അമ്പഴപ്പുകൊണ്ടയാള് ശബ്ദം പോലും കിട്ടിയില്ല. ശിവാനന്ദൻ ചേട്ടനോട് കള്ളം പറഞ്ഞാണ് തടി വാങ്ങിപ്പിച്ചത്. പ്രകാശനാണ് പണിയുന്നതെന്ന് തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മടിച്ചു തുളസി പതിയെ പറഞ്ഞു. പ്രകാശം വന്നില്ല ശിവാനന്ദ ചേട്ടാ. പണി ഏറ്റുപോയില്ലേ. പണം വാങ്ങിച്ചത് ചെലവായി പോവുകയും ചെയ്തു. ഉരുപ്പടിയോ പണമോ എന്തേലും തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രകാശം വന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കുമായിരുന്നു. തുളസിയുടെ നിൽപ്പും സങ്കോചവും മനസ്സിലാക്കി ശിവാനന്ദൻ അകന്നിറഞ്ഞ ആനന്ദത്തോടെ പറഞ്ഞു. പറ്റുമോന്നോ? എന്താ കൊച്ചെ നീ അങ്ങനെ പറയുന്നത്?
നീ ചെയ്തത് ചില്ലറ കാര്യമെന്നാ. പണിത്തടിയാൽ 1-2 വർഷം മുമ്പ് കയറി തുടങ്ങിയ പ്രകാശിനേക്കാളും മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട് നീ. നിനക്കിത് എങ്ങനെ സാധിച്ചു കൊച്ചേ? തുളസിക്ക് ആനന്ദവും അഭിമാനവും തോന്നി. തൻ്റെ പണി നന്നായിരിക്കുന്നുവെന്ന് ശിവാനന്ദൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. അച്ഛന് സമം താൻ ആദരിക്കുന്ന ആളാണ് ശിവാനന്ദൻ ചേട്ടൻ. അയാളെ പണിപ്പുരയിലേക്ക് കയറി പണി തീർന്നിരിക്കുന്ന സ്റ്റൂളുകൾ നോക്കി. ചട്ടവും കാലുകൾക്ക് ഭംഗിയായി കുറച്ച് കുത്തി തന്നെ അടിച്ചുകൂട്ടിയിരിക്കുന്നു. കൂട്ടി ഉരുമിയിട്ടത്രേ ഫിനിഷായിട്ടില്ലെന്ന് മാത്രം. സാരമില്ല, ഇവള് ഇത്രയും ചെയ്തല്ലോ. വാസുവേട്ടന് മകം പിറക്കേണ്ടുന്ന സമയത്ത് പിറന്ന മകളാണ് ഇവിടെ. ശിവാനന്ദൻ മനസ്സാ കരുതി. എന്നിട്ട് അയാൾ താഴെ കിടന്നിരുന്ന ചിന്തേര് കയ്യിലെടുത്തു. അതിനുള്ളിലെ ചെറുളി ശരിക്കും ലെവലിലല്ല ഇട്ടിരുന്നത്. അതാണ് ഫിനിഷിങ് കിട്ടാതിരുന്നതും. ശിവാനന്ദൻ ഒരു ചെറിയ ഉളിയെടുത്തു. ചിന്തേരിനുള്ളിലെ ചെറുളി തട്ടിയും മുട്ടിയും ചെറുക്കിട്ടും ഒരു കണ്ണടച്ചു നോക്കി ലെവലാണെന്ന് കണ്ടപ്പോൾ അയാൾ ഉളി താഴെ വെച്ചു. ചിന്തേര് കൊണ്ട് സ്റ്റൂളിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒരുമ്മി. കനം കുറഞ്ഞ കുറേ ചീന്തുകൾ താഴെ വീണതോടെ നല്ല ഫിനിഷിംഗ് ആയി. അയാൾ പണിപ്പുരയുടെ തട്ടിൽ പരതി. വാസുവാശാരി എന്നോ പണി കഴിഞ്ഞു വെച്ചിരുന്ന കുറച്ച് സാൻഡ് പേപ്പർ കണ്ടെടുത്തു. സ്റ്റൂളിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കുറച്ച് ഉരച്ച് മിനുസപ്പെടുത്തി. ഡെസ്കിലും പണിയിലും അയാൾ തുളസിയെ സഹായിച്ചു. തൻ്റെ വീട്ടിൽ അല്പം പോളിഷ് ഉണ്ടായിരുന്ന എടുത്തുകൊണ്ട് വന്നു. അതുകൂടി സ്റ്റൂളിൻ്റെയും ഡെസ്കിൻ്റെയും മുകളിൽ നന്നായിട്ട് തൂത്തതോടെ സ്റ്റൂളുകളും ഡെസ്കുകളും മിനുസമുള്ളതും ഭംഗിയുള്ളതുമായി. തുളസി ഒഴിവാക്കിയിട്ട് അയാൾ തന്നെ ഉരുപ്പടിയിൽ കവലയിൽ കുമാരേട്ടൻ്റെ കടയിലെത്തിച്ചു. എല്ലാം കടയ്ക്കുള്ളിൽ നിരത്തിയിട്ടപ്പോൾ കുമാരന് സന്തോഷമായി. വാസുപ്പണിക്കൻ്റെ മരുമാൻ ചെക്കൻ പണി മേടിച്ചു പോയല്ലോ. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അതിനിത് അവൻ ചെയ്തതാണെന്ന് ആരാടാ പറഞ്ഞേ? ശിവാനന്ദൻ ഗൂഢമായിട്ട് ചിരിയോടെ ചോദിച്ചു. പിന്നെ ആരാ, താനാണോ? ഞാനോ അല്ല, തുളസി ചെയ്തതാ. വാസുവേട്ടൻ്റെ മകള്. 1-ാം തരം പണിക്കാരിയാണ് അവളെ. അവിശ്വസനീയതയോടെ കുമാരൻ നിന്നു. ശിവാനന്ദൻ സാഹചര്യമൊക്കെ വിവരിച്ചു പറഞ്ഞു. ആ കൊച്ചു കൊള്ളാലോ, മിടുക്കി. ഇങ്ങനെ വേണം. അവൾ ആംബുലൻസുമായിട്ട് ഒറ്റയ്ക്ക് വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ അവൾ മിടുക്കിയാണെന്ന് കുമാരൻ പറഞ്ഞു. പെൺപിള്ളാരായ എങ്ങനെ വേണം, പുറകോട്ട് നിൽക്കരുത് ഒരു കാര്യത്തിലും. കടയിലുണ്ടായിരുന്നവരൊക്കെ അമ്പരപ്പോടെ സ്റ്റൂളും ഡെസ്കും ഒക്കെ തിരിച്ചു മറിച്ചു നോക്കി. ഒരു പെണ്ണുണ്ടാക്കിയതാണെന്ന് തോന്നിയില്ല കാഴ്ചയ്ക്ക്. കൊള്ളാം, തരക്കേടില്ല. വാസുവാശാരി ചത്തുപോയില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട, ഒരാൾ പറഞ്ഞു. കുമാരൻ മേശ തുറന്ന് 500 രൂപ കൂടി എടുത്ത് ശിവാനന്ദനെ നേരെ നീട്ടി. എൻ്റെ വകയായിട്ട് ഇതാ കൊച്ചിന് കൊടുത്തേക്ക്. ഇങ്ങനെ ഇയാളെ വകയൊന്നും തരണ്ട. ബാക്കി 1000 രൂപ കൂടി വരാനുണ്ട്, അത് തന്നാ മതി. 1000 രൂപയോ? കുമാരൻ കണ്ണൊഴിച്ചു. തടിവലയും തച്ചുകൂലിയും ഒന്നും ഇയാൾ അറിയുന്നില്ലെന്ന് തോന്നുന്നല്ലോ. ശിവാനന്ദൻ കളിയാക്കി. തമ്മേ ഭേദം ടൗണിൽ ചെന്ന് മേടിക്കുക. ചെന്ന് മേടിച്ചോ, ശിവാനന്ദൻ പറഞ്ഞു. പല പാഴ്ത്തടിയായിരിക്കും കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് ഇയാൾ 150 രൂപയ്ക്ക് മേടിക്കുന്ന സ്റ്റൂളും കസേരയും എത്ര വർഷം തേക്കും പറയും. പക്ഷേ ഈ സ്റ്റൂളും വെച്ചും 100 ആണ്ട് കഴിഞ്ഞാലും പോകല. അറിയോ, അതാ തടിയുടെ ഈട്. അതറിയാത്തവനാ പ്ലാസ്റ്റിക് വാങ്ങുന്നത്. കുമാരൻ മടിച്ചെന്നു. മടിക്കണ്ട, മുതലാകുന്നതേ ചോദിച്ചുള്ളൂ. പറ്റിക്കുന്ന പണി ആശാരിക്കില്ല. ഈ കണക്കിന് ആ പെങ്കൊച്ചു വന്നെങ്കിൽ താൻ 250 കൊടുത്ത് പറ്റിച്ചു വിട്ടാനല്ലോടോ. ശിവാനന്ദൻ പരിഹസിച്ച് ചിരിച്ചു. കുമാരൻ കൊടുത്ത പണം തുളസിയെ ശിവാനന്ദൻ ഏൽപ്പിച്ചു. അങ്ങേർക്കിനി എന്തേലും ഉരുപ്പടി വേണമെന്ന് പറഞ്ഞോ ശിവാനന്ദൻ ചേട്ടാ? തുളസി ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല, ഇതെന്നെ വില അധികമായി എന്ന് പറഞ്ഞ അയാളുടെ ശ്വാസം തള്ളുക. തടിയുടെ ഉറപ്പും ഫിനിഷിങ്ങും കാലപ്പഴക്കവും എന്താന്ന് അയാൾക്കറിയില്ല. അപ്പോൾ ഇനി പണിയൊന്നുമില്ലേ? തുളസിയുടെ മുഖം മങ്ങി. കയ്യിലിരിക്കുന്ന നോട്ടുകളിലേക്ക് അവൾ നോക്കി. ഇതുകൊണ്ടെന്താകാനാ? ഇത് എത്ര ദിവസത്തേക്കുണ്ട്? അല്ലെങ്കിലും കുറേ രൂപ കടമുണ്ട്. ആഭരണങ്ങളെല്ലാം പണയത്തിലുണ്ട്. കഴുത്തിലും കാതിലും ഒക്കെ ആർക്കും ഒന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും വഴിയെത്തില്ലെങ്കിൽ കുമാരൻ ചേട്ടൻ തന്ന പോലെ കുറച്ച് പണി കിട്ടിയിരുന്നെങ്കിലേ. ശിവാനന്ദ ചേട്ടൻ ഒന്ന് അന്വേഷിക്കാമോ? തുളസി ചോദിച്ചു. അയാൾ അവളുടെ മുഖത്തേക്ക് അനുകമ്പയോടെ നോക്കി. അല്ലാതെ മുന്നോട്ട് പോകാൻ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ചേട്ടാ. അച്ഛൻ പോയതോടെ എല്ലാ വഴി അടഞ്ഞു. മിച്ചമൊന്നുമില്ലെങ്കിലും ശിവാനന്ദ ചേട്ടൻ അറിയാലോ, പട്ടിണി കിടക്കരുത്, ആരുടെ മുമ്പിലും കൈ നീട്ടരുത്. അതിനിപ്പോൾ അന്തസ്സുള്ള ഒരു പണി വേണം. അതിപ്പം ഇതായാലും എന്താ ചേട്ടാ? ഒന്ന് അന്വേഷിച്ചാൽ കിട്ടില്ലേ? ഇവിടെങ്ങോ ഉടനെ പണിയൊന്നും ഇല്ല തുളസി. ദിവസം കുറേ ആയിട്ട് ഞാൻ അന്വേഷിക്കുന്നു. തുടങ്ങുമ്പോൾ പലയിടത്തും ഒരുമിച്ചാവും വിളിക്കുന്നത്. ഇല്ലാത്തിടത്തപ്പോൾ ഒരിടത്തും ഇല്ല. തച്ച് കാശ് തരാനും തടി മേടിക്കാനും ഒരുത്തൻ്റെയിലും പണമില്ലെന്ന്. റബ്ബറിനും തേങ്ങയ്ക്കും വിലയടിഞ്ഞതോടെ നമുക്കും തട്ടുകേടാന്ന് പറഞ്ഞാൽ മതി. ഇപ്പം മണലുവാറിൽ കൂടി തടഞ്ഞതോടെ തീർന്നു. ഒരു പണി ഒരിടത്തില്ല. മിക്കവാറും ഇങ്ങനെ പണി അന്വേഷിച്ച് തെക്കുവടക്ക് നടക്കില്ല ഞാനും. ശിവാനന്ദൻ തുടർന്നു. അതുകൊണ്ട് എന്തേലും പണി ഉദ്ദേശിക്കുന്നവൻ വലിഞ്ഞു നിൽക്കുവാണ്. പിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് ചിറ്റപ്പൻ്റെ കൂടെ പണി കിട്ടിയത്. നാളെ മുതൽ പോകണം. അവിടെ എനിക്കൂടെ പണിയാൻ പറ്റുമോ ചേട്ടാ? തുളസി ചോദിച്ചു. ശിവാനന്ദനെ കണ്ണു വിളിച്ചു. എന്നതാ വച്ച നീ പറയുന്നത്?
അവിടെ പോയി നീ എന്നാ പണിയാനാ? ഇവിടെ ഇരുന്ന് പണിയുന്നത് പോലെയാണോ നിന്റെ വിചാരം? പറ്റുന്ന കാര്യം പറ വച്ച്. എന്താ ഏട്ടാ പറ്റാണ്ട്? എവിടെ ഇരുന്ന് പണിയുന്ന പോലെയല്ലേ പോയി ചെയ്താലും? തുളസി ചോദിച്ചു. നീ 2 സ്റ്റൂള് തല്ലിക്കുട്ടി, അതുപോലെയാണ് ചട്ടക്കറുകളും പാനലിങ്ങും ഒക്കെ. അല്ലെന്നറിയാം, ഞാനതൊന്നും ശീലിച്ചിട്ടുമില്ല. അതും അറിയാം. ചട്ടങ്ങൾ ചിന്തേരിട്ട് തരാനും മുറി കുത്താനും പൊഴികളിടാനും എനിക്ക് പറ്റില്ല ചേട്ടാ. മുഴുത്തച്ച് തരണ്ട, കിട്ടുന്നത് മതി. വീട് പട്ടിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ. അത്രയും കരുതിയാൽ മതി. ചേട്ടനല്ലാണ്ട് മറ്റാരോടാ ഞാനിത് പറയാ? ആരാ എനിക്കുള്ളേ? തുളസി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഒരു തേങ്ങൽ കെട്ടു. അമ്മാളുമാണ്. ശിവാനന്ദൻ വിഷമത്തോടെ കണ്ടു അത്. അമ്മാളുവിന് അപ്പുറത്ത് ഭാർഗവി വല്യമ്മച്ചി നിൽക്കുന്നു നിറമിഴികളോടെ. എത്രയോ കാലമായിട്ടാണ് വാസുവേട്ടൻ തന്നെ കൂടെ കൊണ്ടു നടക്കുന്നത്. പണികൾ തന്നു. ഇന്ന് ആ വാസുവേട്ടന്റെ മകളാണ് തന്നോട് കെഞ്ചുന്നത്. എങ്ങനെ ഉപേക്ഷിക്കും? തന്റെ അടുപ്പ് കത്തിയിരുന്നത് വാസുവേട്ടൻ കാരനായിരുന്നു. ഈ അടുപ്പും പുകയാൻ താൻ നിമിത്തമാകേണ്ടിയിരിക്കുന്നു ഇനി. പക്ഷെ മോളെ, ശിവാനന്ദൻ ശബ്ദം താത്തി, നീ കോളേജിലൊക്കെ പോയി പഠിച്ച പെണ്ണാ. നീ ഉളിയും കൊട്ടുവടിയും ഇട്ട സഞ്ചിയും തൂക്കി അന്യ വീടുകളിൽ വന്നിരുന്ന് പണിയുന്നത് ഓർക്കുമ്പോൾ വൈകുന്നത് വരെ ഒരേ ഇരിപ്പിരിക്കണം. അതൊന്നും നിനക്ക് പറ്റിയല വച്ചേ. വേണ്ട ശിവാനന്ദ, അമ്മാള് പറഞ്ഞു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും കെട്ടുപ്രായമായ പെണ്ണ, കെട്ട് നിശ്ചയിച്ചിരുന്നതാ. അന്യസ്ഥലങ്ങളിൽ ആണുങ്ങൾ പോകുന്നത് പോലെ നീ പണിക്ക് പോവുകയും പണിയുകയൊന്നും വേണ്ട പെണ്ണെ. പോകാതിരുന്ന. തുളസി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. മുമ്പോട്ടുള്ള വഴി വല്ലതും അമ്മ കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട്, ദൃഢമായിരുന്നു അമ്മാളുവിൻ്റെ സ്വരം. എന്തു വഴി? വല്ല വീട്ടിലും അടുക്കളപ്പണി ചെയ്താലും ഈ വീട് പുലരും. എനിക്ക് വയ്യ വീട്ടുപണിക്ക് പോകാൻ. നീയല്ല പോകുന്നത്, ഞാനാ. അമ്മേ, അരുതേ എന്ന് തുളസി വിളിച്ചു. എടാ ശിവാനന്ദ, ഭാർഗവി വല്യമ്മച്ചി ചാർത്തിലേക്ക് ഇറങ്ങി വന്നു. നീ പണിയുന്നിടത്ത് പണിക്കാരെ വേണോടാ? 1-2 പേരെ വേണമെന്ന് ചിറ്റപ്പൻ പറഞ്ഞതാ. രാജനെയും പ്രകാശനെയും കൂട്ടാമെന്ന് കരുതി, ശിവാനന്ദൻ പറഞ്ഞു. രാജൻ നിന്റെ മകനല്ലേ, അവനെ കൂട്ടിക്കോ. പ്രകാശന് പകരം എൻ്റെ തുളസിമോള് വരൂടാ. അമ്മച്ചി എന്താ പറയുന്നത്? ശിവാനന്ദൻ അമ്പരന്നു. അമ്മാള് ഭാർഗവി വല്യമ്മച്ചിന്ന് നോക്കി. പ്രകാശം പോയ ഈ വീട്ടിൽ കഞ്ഞിവെക്കോടി. അതേപടി സരസു മേടിച്ചെടുക്കത്തില്ലയോ? എന്നാലും പ്രായം തികഞ്ഞ പെണ്ണിനെ വിടാൻ പറഞ്ഞല്ലോ അമ്മേ. അമ്മാളുവിന് സങ്കടം പൊട്ടി. അത് തടിയത്തല്ലാൻ. അവളത് ഭംഗിയായി ചെയ്തത് നീ കണ്ടതല്ലേ. അവൾക്കതിലെ മടിയോ അപമാനമോ ഒന്നുമില്ല. ചെല്ലാൻ തയ്യാറാണതിന്. നീ അടുക്കളപ്പണിക്ക് പോകാനൊരുങ്ങിയില്ലേ? അതിലും മാനം ഇത് തന്നെയാടി അമ്മാളു, ഭാർഗവി വല്യമ്മച്ചി പറഞ്ഞു. എടാ ശിവാനന്ദ, എൻ്റെ മുത്തശ്ശിയുടെ അമ്മയുണ്ടല്ലോ, ഒന്നാന്തരമായിട്ട് മരപ്പണി ചെയ്തിട്ടുണ്ട്. അമ്മൂമ്മയുടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. പാടത്തെ വെള്ളം തേകണ ചക്രം ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞതാ. ഒക്കെ വീട്ടിലിരുന്നായിരുന്നു കേട്ടോ, തച്ചനായിരുന്നില്ല താനും. അന്നത് പറ്റുമായിരുന്നെന്ന് കണ്ടോ? ആ വാങ്ങല തുളസിക്കുണ്ട്. കണ്ടോന്റെ മുമ്പിൽ അരക്കാൻ കൈനീട്ടലും ഭേദം അല്ലടി ഇത്. ഞാനെന്നാ നാളെ വരാം. തുളസി, നീ ഒരുങ്ങിയിരുന്നോ? ചിറ്റപ്പനോടൊന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം, സമ്മതിച്ച രക്ഷയെ. ശിവാനന്ദൻ അങ്ങനെ പറഞ്ഞാണ് പോയത്. വിവരം അറിഞ്ഞപ്പോൾ മോഹിനി എതിർത്തു. നിങ്ങൾക്കെന്തിൻ്റെ കേടാ മനുഷ്യനെ? ആ പെണ്ണ് ഒരു പൊട്ടുപോഴത്വം പറഞ്ഞെന്ന് വെച്ച് നിങ്ങളൊപ്പം തുള്ളുകന്നോ? പൊട്ടുപോഴത്വം ഒന്നല്ലടി പോത്തെ, ശിവാനന്ദൻ പറഞ്ഞു. ആ പെങ്കൊച്ചിന് ഇത് ജീവിത പ്രശ്നം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. തുളസി സന്ധ്യയ്ക്ക് കുളിച്ചു. ചന്ദനമുട്ടി കല്ലിലൊരിച്ച് അല്പം വിരലിൽ തോണ്ടി നെറ്റിയിൽ കുറി വരച്ചു. എന്നിട്ട് അച്ഛൻ്റെ പണിപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചില പുസ്തകങ്ങളെടുത്തു. ചെറുപ്പത്തിൽ കുറേ പഠിച്ചതാണ്. അച്ഛൻ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിക്കുമ്പോൾ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. ശില്പശാസ്ത്രം, തച്ചുശാസ്ത്രം, ശില്പരത്നം ഒക്കെയാണിത്. എല്ലായിടത്തും മറിച്ചു നോക്കി, ധ്യാനിച്ചു. ചിലത് ഓർമ്മ പുതുക്കി. പുലർച്ചെ കുളിച്ച് കുറി തൊട്ടു. ഉള്ളതിൽ ഒരു നല്ല ചുരിദാറെടുത്ത് അവൾ ധരിച്ചു. അച്ഛൻ്റെ അസ്ഥികൾ സൂക്ഷിക്കുന്ന കുടത്തിൽ തൊട്ട് വന്ദിച്ചു. വല്യമ്മച്ചയുടെയും അമ്മയുടെയും പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. ദേവിയുടെയും ഷാജിയുടെയും മുഖഭാവം കണ്ടില്ലെന്ന് നടിച്ചു. അച്ഛൻ്റെ പണിയായുധങ്ങൾ പൊതിഞ്ഞ് ഒരു ബിഗ് ഷോപ്പറിനുള്ളിലാക്കി. പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ശിവാനന്ദനും രാജനും കാത്തു നിന്നിരുന്നു. BA പാസ്സായ തുളസി തടിപ്പണിക്ക് വരുന്നുവെന്ന് രാജന് അമ്പരപ്പായി. പണിസ്ഥലത്ത് ചെന്നതോടെ പ്രശ്നമായി. കാര്യങ്ങളെല്ലാം ശിവാനന്ദൻ വിവരിച്ചു. എങ്കിലും ദാമോദരൻ ചിറ്റപ്പൻ സമ്മതിച്ചില്ല. അയാള് ശിവാനന്ദനോട് തട്ടിക്കയറി. നീ എന്നതാടായി പറയുന്നത്? ഒന്നാന്തരം തേക്ക് വീട്ടിയാ ഇത് മുഴുവൻ. ഈ പെങ്കൊച്ചിനെ വെച്ച് പരീക്ഷിക്കാനോ? കുത്തിച്ചെനക്കി കളഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബം വിൽക്കണം പാരം മേടിക്കാൻ. തേക്കിൻ്റെ വില എന്തെന്ന് അറിയാമല്ലോ നിനക്ക്. അവിടെ അങ്ങനെ കുത്തിച്ചെനക്കി കളയത്തില്ല ചേട്ടപ്പാ. ഇന്നലെ അവൾ ചെയ്ത പണിയെക്കുറിച്ച് ശിവാനന്ദൻ വിശദീകരിച്ചു. ചെയ്യുന്ന പണിക്ക് കൂലി കൊടുത്താൽ മതി ചിറ്റപ്പ. കുടുംബം പട്ടിണിയാകാണ്ടിരിക്കാൻ സാഹസത്തിന് ഇറങ്ങിയതാ അവളെ പറഞ്ഞുവിടല്ലേ. ഇത് വലിയ ശല്യമായല്ലോ. ചിറ്റപ്പൻ ഈർഷയായി. അവൾക്കൊരു ചട്ടം കൊടുക്ക് ചിറ്റപ്പ, അവളെ പണിയും.
നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ ചിറ്റപ്പൻ പറഞ്ഞു കേട്ടോ. ശിവാനന്ദൻ അപേക്ഷ പോലെ പറഞ്ഞു. ഏറ്റല്ലോ? ചിറ്റപ്പൻ സമ്മതിച്ചു. ആ, ശിവാനന്ദൻ സമ്മതിച്ചു. ചിറ്റപ്പൻ തുളസിയെ നോക്കി. ആ കണ്ണുകൾ കുറുകി, പുരികം വളഞ്ഞു. തലതാഴ്ത്തി തുളസി നിൽക്കുന്നു. അത് കണ്ടപ്പോഴും ചിറ്റപ്പൻ മനസ്സിൽ പറഞ്ഞു, ഒരു ചെറിയ ചട്ടം പണിട്ടെ, അതോടെ കെട്ടുചെത്തി അങ്ങ് വിട്ടേക്കാം. തല്ലിക്കീറി കളഞ്ഞാലും നഷ്ടം വരാത്ത ഒരു തടിക്കഷ്ണം ചിറ്റപ്പൻ തപ്പിയെടുത്തു. ഡോറിന്റെ ചട്ടത്തിന്റെ അളവ് കുറിച്ചു. 6 അങ്കുലം നീളം, 1.5 അങ്കുലം വീതി. തോതും മട്ടവും വരച്ച് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് പുളിയുടെ കോൺമുന കൊണ്ട് ചിറ്റപ്പൻ വരച്ചു. ദാ ഇത് ചിന്തേറിട്ട് മിനുക്കിയിട്ട് ഒന്ന് പൊഴി വെട്ടിക്കെ കാണട്ടെ. ചിറ്റപ്പൻ ആ തടിക്കഷ്ണം തുളസിക്ക് നൽകി. പരീക്ഷണം എന്നതുപോലെ ചിറ്റപ്പന്റെ പാദം തൊട്ട് തുളസി വന്ദിച്ചു. ആ ചെറിയ തടിക്കഷ്ണമായി പണിത്തട്ടിൽ ഇരുന്നു. എന്നിട്ടവള് അത് ഉളി കൊണ്ട് അളവിനനുസരിച്ച് മുറിച്ചെടുത്തു. ചിന്തേറിട്ട് മിനുസപ്പെടുത്തി. പൊഴുളി കൊണ്ട് പൊഴിചൊത്തി അമ്പരപ്പും ആനന്ദവും ഉണ്ടായി ചിറ്റപ്പന്. നീ മിടിക്കുക, വാസുവിന്റെ മാള് തന്നെ, ചിറ്റപ്പൻ പറഞ്ഞു. നീ ഇരുന്ന പണിക്ക് മടിക്കണ്ട. ചട്ടക്കഥകിനും നല്ല തടി തന്നെ വരച്ചിട്ട് കൊടുക്കുകയും ചെയ്തു അവൾക്ക് ചിറ്റപ്പൻ. ചിറ്റപ്പന്റെ കൂട്ടുപണിക്കാരനായ പൊന്നപ്പനും തങ്കപ്പനും പോലും അമ്പരന്നുപോയി. അവർക്കൊപ്പം ഇരുന്ന് തുളസിയും പണി തുടങ്ങി. രാജനെ ഇരുന്നു. ഉച്ചയായിട്ടുണ്ടാവും. ക്രിമിനൽ ലോയർ ജോർജ് ജോസഫ് തന്റെ AC കാറിൽ പണിപ്പുരയ്ക്കടുത്തേക്ക് ഇറങ്ങി. പ്രൗഢഗംഭീരനായ 45-കാരൻ. അദ്ദേഹത്തിന്റെ നെറ്റിയും കണ്ണുകളും ചുളിഞ്ഞുപോയി. പണിക്കാർക്കിടയിലെ ഒരു പെണ്ണ്. എടി പെണ്ണെ, ജോർജ് ജോസഫ് ഉറക്കെ വിളിച്ചു, വീട്ടുടമയുടെ അധികാരത്തോടെ. നീ ഈ ആണുങ്ങൾക്കിടയിലിരുന്നാളോ ചെയ്യുക? തുളസി മുഖമുയർത്തി നോക്കി. ഇറങ്ങ്. ജോർജ് ജോസഫ് ഗൗരവത്തിൽ ദാമോദരൻ ചിറ്റപ്പനെ നോക്കി പറഞ്ഞു. ഇതെന്തിനാ താൻ ഈ പെണ്ണിനെ കൊണ്ടുവന്നേക്കുന്നത്? അവൾക്ക് തന്നെ എവിടെ കാര്യം? അധികാരഗർവോടെ ചോദ്യം. ആ കൊച്ചിന് പണിയറിയാം സാറേ, ദാമോദരൻ ചിറ്റപ്പൻ പറഞ്ഞു. എന്തോന്ന് പണി? താനി തന്നെ കളിക്കുക. എത്ര രൂപയുടെ തണിയാന്ന് തനിക്കറിയോ? തേക്ക് ക്യൂബിക്കടിക്ക് എന്നാ വിലയെന്നറിയോ? അത് മേലാണോ പെണ്ണിന്റെ കളി? സാറേ അവള് വേണ്ട, താനൊന്നും പറയണ്ട. പെണ്ണിനെ പള്ളിസ്ഥലത്തുനിന്ന് വേഗം പറഞ്ഞു കേട്ടോ, എന്നിട്ട് മതി ബാക്കി പണി, ജോർജ് ജോസഫ് കൽപ്പിച്ചു. ശിവാനന്ദൻ വിഷണ്ണനായി നിന്നു. സങ്കടവും തോൽവിയും അടഞ്ഞ മട്ടിൽ തുളസിയും. അത് ശരി, ഞാൻ ഏർപ്പാടാത്തേക്ക് പണിക്കാരിയെ വേണ്ടെങ്കിൽ എനിക്ക് ഈ പണിയും വേണ്ട. വാടാ പോകാം. ഉളി താഴെ വെച്ച് ചിറ്റപ്പൻ എഴുന്നേറ്റു. കൂട്ടുപണിക്കാരെയും വിളിച്ചു. എല്ലാവരും എഴുന്നേറ്റു. താനങ്ങ് ചെല്ല്, വേറെ ആശാരിയെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ജോർജ് ജോസഫ് വെല്ലുവിളിച്ചു. എല്ലാവരും പണി നിർത്തി ഉളി നീക്കി വെച്ചു. ജോർജ് ജോസഫ് തന്റെ കാറിനരികിലേക്ക് നീക്കി. തുളസിക്ക് നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങലുണ്ടായി. തനിക്കും പണിയില്ല, താൻ കാരണം മറ്റുള്ളവർക്കും ഇല്ലേ? ഇതോടെ എല്ലാം അവസാനിച്ചു. അവൾ മുഖമുയർത്തി. ജോർജ് ജോസഫ് കാറിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. സാറന്ന് നിന്നേ, തുളസി പറഞ്ഞു. ജോർജ് ജോസഫ് തിരിഞ്ഞു നോക്കി, നെറ്റി വിളിച്ചു. അയാളുടെ മുഖത്തേക്കൊന്ന് തറച്ചു നോക്കിയിട്ട് തുളസി അയാൾക്കരികിലേക്ക് ചെന്നു, ഒട്ടും കൂസാതെ തന്നെ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.